ഒരമ്മയെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കഴുത്തറത്തു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ 19 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുന്നു. കൊല്ലം അഞ്ചൽ സ്വദേശിയായ രഞ്ജിനിയെയും രണ്ട് ഇരട്ടകളായ പിഞ്ചുകുട്ടികളെയും കഴുത്തറത്തു കൊലപ്പെടുത്തിയ സൈനികരെയാണ് 19 വർഷത്തെ ഒളിവ് ജീവിതത്തിനൊടുവിൽ CBI സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച കൊലപാതകമായിരുന്നു 2006 നടന്ന ഈ കൊലപാതകം. പ്രണയിച്ച പെൺകുട്ടിയിൽ 2 കുട്ടികളുണ്ടായപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആ പിഞ്ചു കുട്ടികളെയും അമ്മയായ രഞ്ജിനിയെയും സൈനികനായ ദിബിൽ കുമാറും രാജേഷും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും ഒളിവിൽ പോയി. കേരള പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBIയും ഇവർക്ക് വേണ്ടി രാജ്യം മുഴുവൻ തിരച്ചിൽ നടത്തി, രാജ്യത്തിന് പുറത്തേക്കും തിരച്ചിൽ നടത്തി. എന്നിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരസ്പർശം എല്ലായിടത്തും ഉള്ളതുപോലെ 1-2 ആഴ്ചയ്ക്ക് മുൻപ് ഈ പ്രതികൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുണ്ട് എന്ന സൂചനകൾ തമിഴ്നാട്ടിലെ സൈനിക ക്യാമ്പിൽ ലഭിക്കുന്നു. അങ്ങനെ ആ സൈനിക ക്യാമ്പ് CBIക്ക് നിർദ്ദേശം നൽകുന്നു, വിവരം നൽകുന്നു. ഒടുവിൽ CBI സംഘം അന്വേഷണം കാര്യക്ഷമമാക്കുന്നതോടുകൂടി പോണ്ടിച്ചേരിയിൽ പിടിയിലാവുകയാണ് ഈ പ്രതികൾ. രൂപം മാറി, വേഷം മാറി, വിലാസം മാറി, പേരുമാറി ഒക്കെ 19 വർഷക്കാലം രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികളെ കബളിപ്പിച്ച് കഴിഞ്ഞ കൊടും കുറ്റവാളികളായ കൊടും ക്രൂരന്മാരായ ഇരു പ്രതികളും അങ്ങനെ പോലീസ് സംഘത്തിൻ്റെ പിടിയിലാവുകയാണ്. അന്വേഷണ സംഘം പ്രതികളെ കൊച്ചിയിലേക്ക് എത്തിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ്. 2006 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പത്താൻകോട്ട് യൂണിറ്റിലെ സൈനികരായിരുന്നു അഞ്ചൽ സ്വദേശിയായ ദിബിൽ കുമാറും കണ്ണൂർ സ്വദേശിയായ രാജേഷും. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളാണ്. തൻ്റെ വീടിന് സമീപത്തുള്ള അഞ്ചലിലുള്ള രഞ്ജിനി എന്ന യുവതിയുമായി ദിബിൽ കുമാറിന് വർഷങ്ങളായുള്ള പ്രണയമുണ്ട്. ഈ പ്രണയത്തിനിടയിൽ രഞ്ജിനി ഗർഭിണിയാകുന്നു. ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുന്നു. എന്നാൽ ഈ കുട്ടികളെ സ്വീകരിക്കാൻ ദിബിൽ കുമാറോ ദിബിൽ കുമാറിന്റെ കുടുംബമോ തയ്യാറാകുന്നില്ല. കുട്ടികളുടെ പിതൃത്വം സംബന്ധിച്ച സംശയം ദിബിൽ കുമാർ ഉന്നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കേസ് വനിതാ കമ്മീഷന് മുന്നിലെത്തി. കേസും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയി. ഒടുവിൽ കുട്ടികളുടെ DNA പരിശോധന നടത്താൻ വനിതാ കമ്മീഷൻ ഉത്തരവിടുകയാണ്. ഈ ഘട്ടത്തിൽ സത്യം തെളിയിക്കപ്പെടുമെന്നും തനിക്ക് ഈ കേസിലുള്ള പങ്ക് അല്ലെങ്കിൽ ഈ സംഭവത്തിലുള്ള പങ്ക് വെളിപ്പെടുമെന്നും ഭയന്ന ദിബിൽ കുമാർ ഉറ്റ സുഹൃത്തായ രാജേഷിനെയും കൂട്ടി അവധിക്ക് നാട്ടിലേക്ക് എത്തുന്നു. എന്നാൽ നാട്ടിലേക്ക് വരുന്നു എന്ന് തൻ്റെ റെജിമെൻറ്റിലോ അല്ലെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥരെയോ സഹപ്രവർത്തകരെയോ അറിയിച്ചിരുന്നില്ല. നാട്ടിലേക്ക് വരുന്ന കാര്യം വീട്ടുകാരെ പോലും അറിയിക്കാതെ അർദ്ധരാത്രി രഞ്ജിനിയുടെ വീടിന് സമീപമെത്തിയ ദിബിൽ കുമാറും രാജേഷും വീട് തുറന്ന് രഞ്ജിനിയെയും കുട്ടികളെയും കൊലപ്പെടുത്തുകയായിരുന്നു. രഞ്ജിനിയോട് സൗഹാർദ്ദപരമായി സംസാരിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് കഴുത്തറത്ത് നിഷ്കരുണമായ ഈ കൊലപാതകം ദിബിൽ കുമാറും രാജേഷും നടത്തിയത്. രഞ്ജിനിയെയും പിഞ്ചുകുട്ടികളെ പോലും ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ നിന്ന് വിട്ടില്ല എന്നുള്ളതാണ് ഈ ദിബിൽ കുമാറും രാജേഷും നടത്തിയ ക്രൂര കൃത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. തെളിവുകൾ നശിപ്പിക്കുക എന്നതായിരുന്നു ഈ ആക്രമണത്തിലൂടെ, ഈ കൊലപാതകത്തിലൂടെ ഇരുവരും ലക്ഷ്യമിട്ടത്. ഇതിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയി. പ്രതികൾക്കായി രാജ്യത്തും പുറത്തും വലിയ അന്വേഷണങ്ങൾ നടന്നു. കേരള പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി. ആദ്യഘട്ടത്തിൽ പ്രതികളെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് 50,000 രൂപ പാരിതോഷികവും പിന്നാലെ അത് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനകളും ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതികൾ രാജ്യം വിട്ടു പോയിരിക്കാമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് CBI സംഘം പിന്നീട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. അതേസമയം പോണ്ടിച്ചേരിയിലെത്തിയ പ്രതികൾ പേരുമാറ്റി, വിലാസം മാറ്റി, രൂപം മാറ്റി, മറ്റ് വിവാഹം കഴിച്ചു. 2 സ്കൂൾ അധ്യാപകരായ യുവതികളെയാണ് ബിബിൽ കുമാറും അതുപോലെ രാജേഷും വിവാഹം കഴിച്ചത്. പിന്നീട് അവിടെ ഇവർ ചെറിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ചു. കേരളത്തിലുള്ള ബന്ധുക്കളോട് ടെലഫോൺ വഴിയോ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാതിരിക്കാൻ കഴിഞ്ഞ 19 വർഷക്കാലവും ദിബിൽ കുമാറും രാജേഷും ശ്രമിച്ചു എന്നുള്ളതാണ് ഇവർ നടത്തിയ ഈ ഒളിജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ 1-2 ആഴ്ച മുമ്പ് ചെന്നൈയിലെ സൈനിക ക്യാമ്പിൽ ഒരു അതീവ രഹസ്യമായ വിവരം ലഭിക്കുന്നു. 19 വർഷം മുമ്പ് ഒരു കൊലപാതകം നടത്തി ഒളിവിൽ പോയ 2 സൈനികർ പോണ്ടിച്ചേരിയിലുണ്ടെന്ന ചില സൂചനകളാണ് സൈന്യത്തിന് ലഭിക്കുന്നത്. സൈന്യമുടൻ തന്നെ ഈ വിവരം CBI സംഘത്തിന് കൈമാറുകയാണ്. CBI സംഘം അതീവ രഹസ്യമായി പോണ്ടിച്ചേരിയിലെത്തുന്നു, അന്വേഷണങ്ങൾ നടത്തുന്നു. ഒടുവിൽ തങ്ങൾ 19 വർഷമായി കാത്തിരിക്കുന്ന
തേടുന്ന രണ്ട് കൊടും കുറ്റവാളികളാണ് പോണ്ടിച്ചേരിയിൽ ബിസിനസ് നടത്തി ജീവിക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നു. അങ്ങനെ CBI സംഘം ഇന്ന് രാവിലെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഈ രണ്ട് പ്രതികളെയും പിടികൂടുകയാണ്. ഒടുവിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തി. ഒടുവിൽ പ്രതികളെ കൊച്ചിയിലെ പ്രത്യേക CBI ഓഫീസിലേക്ക് എത്തിക്കുന്നു. 2006 നടന്ന കൊടും കൊലപാതകം. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും ചുമരുകളിൽ ലുക്കൌട്ട് നോട്ടീസായി പതിച്ചിരുന്ന രണ്ട് മുഖങ്ങൾ, രണ്ട് സൈനികർ. പത്താൻകോട്ടിലെ സൈനിക ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് അവധിക്കായി ഇറങ്ങിയ ഈ പ്രതികൾ ഒരു അമ്മയെയും രണ്ട് പിഞ്ചു കുട്ടികളെയും കൊല ചെയ്യാൻ വേണ്ടിയായിരുന്നു അന്ന് ഇറങ്ങിയത്. 2006 ജനുവരി മുതൽ ഏപ്രിൽ വരെ പ്രതികൾ അവധിയിലായിരുന്നുവെന്ന കണ്ടെത്തലാണ് അന്വേഷണം പ്രതികളിലേക്ക് നീളാനുള്ള കാരണമായത്. എന്തായാലും ഒടുവിൽ 19 വർഷം രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ച ഈ രണ്ട് കൊടും കുറ്റവാളികളും അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിലൊരു പൊൻതൂവലായിരിക്കുന്നു ഈ നടപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.